പോകുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇത്. അവൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പം വേണമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ രാവിലെ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം ആയപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെടുത്ത് നന്നായിട്ട് കഴുകി വാരി വൈകുന്നേരത്താട്ടോ ഇത്. അവൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. അടുക്കളയിൽ പോലും വരാത്തവനെ എന്തെങ്കിലും അവൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് നോക്കുമല്ലോ. അപ്പം അങ്ങനെ വന്ന് നോക്കുവാണ്. അപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് അത് കഴുകി വാരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുവാണ്. ഞാൻ ഈ മാവ് അരയ്ക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് മാവ് അരയ്ക്കാറില്ല കേട്ടോ. ഇച്ചിരി തിക്കായിട്ടൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം താണ്ടെ അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതും അതേ കണക്ക് തന്നെ ഒരുപാട് അങ്ങ് അത് കട്ടി കുറയ്ക്കത്തില്ല, നല്ല തിക്കായിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാരയും അതിനാവശ്യത്തിന് ആ മാവിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ടൈം എടുത്തത് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് ഈസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഈസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനെ നമ്മളൊരു ഭാഗത്തേക്ക് മൂടി വെക്കണം. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പൊങ്ങിയിരിപ്പുണ്ടായിരിക്കും. ആ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.